കോൺഗ്രസിനെതിരെ ധീവരസഭ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. അതായത് കോൺഗ്രസിനെതിരെ ധീവരസഭ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം എന്നത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം ധീവര സമുദായത്തെ ഏതാണ്ട് പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന വിമർശനമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ധീവര സഭയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വി ദിനകരൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയത്. ഈ ധീവര സഭ കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നത് കോൺഗ്രസുമായിട്ടാണ് എന്നും, എന്നാൽ അങ്ങനെ അടുപ്പം പുലർത്തുമ്പോൾ പോലും ഈ നേതൃത്വം കൃത്യമായ ഒരു പരിഗണന ധീവരസഭയ്ക്ക് നൽകുന്നില്ല. നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായും ധീവരസഭയെ ഒഴിയുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മാത്രം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ധീവരസഭയോട് വലിയ സ്നേഹം പുലർത്തുന്നു എന്നതാണ് അവർ പറയുന്നത്. അത് എന്തിന് എന്ന അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ആണ് തങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിയത് എന്നും ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ പറഞ്ഞു. ഈ കോൺഗ്രസിനോട് ഞങ്ങൾക്ക് അടുപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും സഹായിച്ചിട്ടുള്ളവർ തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ കാണിക്കാറില്ല. സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ചെയ്ത് എന്താണ്, ജയിക്കുന്ന മണ്ഡലം തരണ്ടേ? ജയിക്കുന്ന മണ്ഡലം ഒഴിവാക്കിയിട്ട് പിന്നെ 30,000 വോട്ട് ജയിച്ച മണ്ഡലമാകുന്നുണ്ട്, പിന്നെ കൈപ്പമംഗലം. അപ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും കൊടുക്കണം, പക്ഷെ കൊടുക്കുന്നതിലൊരു സന്തുലിതാവസ്ഥ പാലിക്കണം. അല്ലാതെ ചിലർക്ക് മാത്രം കേന്ദ്രീകരിച്ച് കൊടുക്കുക, ചിലർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ള നയം സ്വീകരിക്കാൻ പാടില്ല. സർക്കാരിൻ്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ 9.5 വർഷമായി മുഖ്യമന്ത്രി കൊടുത്ത നിവേദനങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കൊരു 10 മിനിറ്റ് തരാൻ പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല. ഇപ്പം 3 മുന്നണിയില്ലേ കേരളത്തിൽ? 3 മുന്നണിയാണ്. പണ്ട് 2 ഉണ്ടായിരുന്നു, ഇപ്പം 3 BJP NDA ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 3 മുന്നണിയാകുമ്പോൾ അല്പം ഒരു ബാർഗെയിനിങ് പവർ ഞങ്ങൾക്ക് വർദ്ധിക്കും. കാരണം ഇവർ തന്നില്ലെങ്കിൽ ഞങ്ങൾ അവരോട് പോകും എന്നൊരു ധാരണ വന്നാൽ തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിക്കുന്ന ഞാൻ കണ്ടു. ഇതുവരെ ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്ഥാനത്തോടെ കിട്ടി. കാരണം ഈ BJP ഇവിടെ രംഗത്ത് വന്നപ്പോൾ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി വർദ്ധിച്ചു. അവരിപ്പോൾ തീരമേഖല പരിഗണിക്കുന്നു. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ഒരാളുണ്ട്, രമേശ് ചെന്നിത്തലയുള്ളൂ. ബാക്കി സതീശനായാലും ഇപ്പോൾ KPCC പ്രസിഡന്റ് ആയാലും സുധാകരൻ എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ പഴയ പോലെയുള്ളൊരു സ്നേഹം ഞങ്ങളോട് കാണിക്കുന്നില്ല. പിന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും കാണിക്കുമല്ലോ സ്നേഹം. ആ സ്നേഹമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് മാന്യമായ പരിഗണന ഇത്തവണ കിട്ടണം. കോൺഗ്രസിൽ മാന്യമായ ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് ധീവരസഭ ഇപ്പോൾ പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ധീവരസഭ അത് സംഘടിതമായി എത്രത്തോളം കരുത്തുണ്ട്? സംഘടിതമായി മതപരമായി ഒക്കെ സംഘടനയ്ക്ക് കരുത്തുണ്ട് എന്ന് പറയുമ്പോഴും കൃത്യമായി വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്ന സംഘടനകളായി അതിനെ നമുക്ക് കണക്കാക്കാനുമാവില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൽ എല്ലാ മത സാമുദായിക സംഘടനകളുമായി നല്ല ഇക്വേഷൻസ്, അതാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം. അവിടെ കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ കോൺഗ്രസിനോടാണ് തങ്ങൾ അടുപ്പം പുലർത്തിയിരുന്നത് എന്ന് സഭ തന്നെ പറയുകയാണ്. എന്നാൽ അവർ അവഗണിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരിഹരിച്ചു പോകേണ്ട ഒന്നായി വരുമല്ലോ. അതല്ല എങ്കിൽ ചെറിയ തോതിലാണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവുക, അതിനെ ഇല്ലാതാക്കുക, അതാണല്ലോ കോൺഗ്രസിന്റെ ഉദ്ദേശം. അഭിലാഷ്, ഈ ധീവരസഭയുടെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളായിട്ട് തങ്ങളെ യാതൊരു രീതിയിലും നമ്മളിപ്പോൾ ഈ പറയുന്ന മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് മുതിർന്ന നേതാക്കൾ നേരത്തെ അത് ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ കാലത്തേക്ക് വരുമ്പോൾ VD സതീശൻ്റെയും KPCC പ്രസിഡന്റിൻ്റെ എല്ലാവരും പേരെടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ഇവരൊന്നും കണ്ട ഭാവം പോലും ഞങ്ങളെ നടിക്കുന്നില്ല, തങ്ങളോട് യാതൊരു രീതിയിലുള്ള ഒരു അനുഭവവും അവർക്കില്ല. അതുകൊണ്ട് ആരോടാണ് ഇതെല്ലാം പറയേണ്ടത്? ഞങ്ങൾ എല്ലാ കാലവും കോൺഗ്രസിനോട് അടുപ്പം പുലർത്തിയിരുന്നവരാണ്. പക്ഷേ ഒരു രീതിയിലും ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല, തങ്ങളെ പരിഗണിക്കുന്നില്ല. സ്ഥിരമായി കോൺഗ്രസ് തോറ്റുപോകുന്ന മണ്ഡലങ്ങൾ, UDF സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തിടങ്ങളിൽ തങ്ങളെ പരിഗണിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ ചില ചേരുവകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് തങ്ങളെ കൂട്ടുകൂടുന്നു എന്നതാണ് അവരൊരു പ്രധാനപ്പെട്ട ആക്ഷേപം. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കാലമാണ്. അങ്ങനെ വരുമ്പോൾ പല രീതിയിലുള്ള ഇക്വേഷൻസ് എല്ലാം തന്നെ ഒത്തുപോകേണ്ടതുണ്ട്. ഇത്തരം ചില ചേരുവകൾ കൂടി ചേരുമ്പോഴാണ് അതൊരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലേക്ക് വരുമ്പോൾ അത് എവിടെയെങ്കിലും പ്രതിഫലിക്കുന്നത്. പ്രത്യേകിച്ച് ധീവരസഭയ്ക്കെല്ലാം തന്നെ ഈ
തീരമേഖലകളിലെല്ലാം തന്നെ അവരൊരു സാന്നിധ്യവും സ്വാധീനവും എല്ലാം തന്നെ ഉണ്ട്. അവിടെ കുറേയെങ്കിലും വോട്ടുകൾ അവർക്ക് ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്നവരാണ്. എങ്കിലും ഒരു വലിയ രീതിയിലേക്ക് അവർക്കൊരു സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് ഒരു സമുദായം എന്ന രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വരാനായിട്ട് കഴിയുമോ എന്നതെല്ലാം തന്നെ സംശയിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു സമന്വയങ്ങളുണ്ടാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കണമെന്ന് പറയുന്നു. തങ്ങൾക്ക് അത്യാവശ്യം വോട്ട് ഷെയർ പല ഭാഗങ്ങളിലും തന്നെയുണ്ട്. അവർ മേഖലകളിലെല്ലാം തന്നെ അത് തങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് എന്നത് പറയുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം യാതൊരു രീതിയിലുള്ള പരിഗണനയും തങ്ങൾക്ക് നൽകുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ മുൻ MLA കൂടിയായ വി ദിനകരൻ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നൽകുന്ന സൂചന BJP തങ്ങളെ കാര്യമായി പരിഗണിക്കുന്നുണ്ട്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ കൂടുതൽ സീറ്റുകൾ തന്നതും തങ്ങളൊപ്പം നിർത്താൻ സഹായിച്ചതും എല്ലാം തന്നെ BJP ആണ്. അതുകൊണ്ട് ഇക്കുറി ചില രീതിയിലുള്ള വിലപേശലുകൾ നടത്താൻ തങ്ങളും തയ്യാറായിരിക്കുന്നു. ഇങ്ങനെ സമുദായത്തിന് ഒരു പരിഗണനയും നൽകാത്ത മുന്നണികളുടെ പുറകെ പോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തങ്ങളുള്ളതെന്നും പുതിയ ചില ഓഫറുകൾ അല്ലെങ്കിൽ പുതിയ ചില സമവാക്യങ്ങളെല്ലാം തന്നെ തങ്ങളും പരിശോധിക്കുകയാണെന്നുമെല്ലാമാണ് ധീവരസഭ പറയുന്നത്. ഏതായാലും ചിലയിടങ്ങളിലെങ്കിലും കുറച്ച് വോട്ടുകളെങ്കിലും അവർക്ക് സ്വീകരിക്കാനോ അല്ലെങ്കിൽ ചിലതിലെങ്കിലും അവർക്കൊരു നിർണായക ശക്തിയാകാനോ കഴിയുമെന്ന ഉത്തമ വിശ്വാസം ധീവരസഭയ്ക്കുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ വോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അവർ ചോദിക്കുന്നത്. നമുക്ക് ഇതിലിപ്പോൾ അവർ BJPയെ കുറിച്ച് പറയുന്ന സാഹചര്യമുണ്ടല്ലോ. ഇപ്പോൾ ധീവരസഭയുടെ നേതാവ് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്നൊക്കെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന പശ്ചാത്തലം BJPക്ക് ഉണ്ട് താനും. ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലെയുള്ള മണ്ഡലങ്ങളിൽ പോലുമൊക്കെ ഈ വോട്ടുകളിൽ ഒരു നിശ്ചിത ശതമാനമൊക്കെ BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ BJP ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിഗണന നൽകിയത് എന്ന് പറയുമ്പോൾ BJPയെ പിന്തുണയ്ക്കാനാണ് തങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നതുകൂടിയാണോ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം മറ്റൊരു പരിഗണനയും ആരും തന്നെ നൽകുന്നില്ല. തങ്ങൾ എല്ലാ കാലവും ഉറച്ചു നിന്നത് പലപ്പോഴും ഇത് കോൺഗ്രസ് നേതൃത്വത്തോട് അടുത്ത് നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ ഒരു പരിഗണന അവരിൽ നിന്നുണ്ടാകുന്നില്ല. അപ്പോൾ മറ്റു രീതിയിലേക്ക് ഇടങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പരിഗണന ഉണ്ടായിരുന്നില്ല. അത് തന്നത് BJP ആണ്. അത് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലം വരുന്നു. അതും തങ്ങൾ പരിശോധിക്കുന്നത് BJPയുടെ ഒപ്പമായാൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് പറയുന്നത്. പുതിയ ഓഫറുകൾ പുതിയ കാര്യങ്ങളെല്ലാം തങ്ങൾ പരിശോധിക്കുകയാണ് എന്നെല്ലാം തന്നെയാണ് വി ദിനകരനും അതോടൊപ്പം തന്നെ ധീവരസഭയും പറയുന്നത്. വൈപ്പിൻ പോലുള്ള പ്രദേശങ്ങളിൽ തങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ട്. ഇക്കുറി അവിടെ അങ്ങനെയൊരു മാറ്റം ഈ സഭ പരിഗണിച്ചില്ല, ധീവരസഭയെ പരിഗണിച്ചില്ല എങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊരു പരീക്ഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും തങ്ങൾ മാറി ചിന്തിക്കുമെന്നെല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ അതിൽ ഒരു തങ്ങൾക്ക് അർഹമായ ഒരിടം വാങ്ങിയെടുക്കാനുള്ള വലിയ ശ്രമം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ധീവരസഭാ ഭാഗത്തിൻ്റെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും കോൺഗ്രസിനോട് പരിഭവപ്പെടുന്നു ധീവരസഭ എന്ന് തന്നെയാണ്. അതായത് കോൺഗ്രസിൽ ഒരു പരിഗണനയും ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് പുതിയ നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായും ധീവരസഭയെ അവഗണിക്കുന്നു എന്ന വിമർശനം ആണ് ഇപ്പോൾ സഭ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തീർച്ചയായും ഇത്തരം സംഘടനകളുടെ പ്രത്യേകിച്ച് മതസാമുദായിക സംഘടനകളുടെ വോട്ട് നിർണായകമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ധീവരസഭയുടെ പ്രതികരണം കോൺഗ്രസിന് വലിയ തോതിൽ വെല്ലുവിളിയാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.